നമസ്കാരം, കൃഷി ദർശനിലേക്ക് സ്വാഗതം. വിജയകരമായ ഒരു ഡയറി ഫാം നടത്തുക എന്നത് ശ്രമകരമായ ജോലിയാണ്. വെല്ലുവിളികൾ നിറഞ്ഞ ക്ഷീരമേഖലയിൽ വിജയം കൈവരിച്ച ഒരു കർഷകനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നാടൻ കാർഷിക സമ്പ്രദായങ്ങളും ആധുനിക ക്ഷീരപരിപാലന മുറകളും സമന്വയിപ്പിച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു ഡയറി ഫാം വിജയിപ്പിക്കാം എന്ന് കാണിച്ചു തരികയാണ് ശ്രീ ജഗദീഷ്. പാരിസ്ഥിതിക പ്രാധാന്യം ഏറെയുള്ള ശാസ്താംകോട്ട കായൽ. ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധമായ പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രം. ഇങ്ങനെ വളരെയേറെ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ പോരുവഴി ഇടയ്ക്കോട് ഗ്രാമത്തിലാണ് ജഗദീഷിന്റെ ശ്രീരംഗം ഫാം. തറവാട് വീടിനോട് ചേർന്ന ഫലഭൂയിഷ്ടമായ 4 ഏക്കറോളം ഭൂമിയിലാണ് ജഗദീഷ് തന്റെ പശുവളർത്തൽ ഫാമും അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അഞ്ചു വർഷം മുൻപ് MSDP പദ്ധതി പ്രകാരം ലഭിച്ച സാമ്പത്തിക സഹായത്തിന്റെ പിൻബലത്തിലാണ് 30 കിടാരികളുമായി ജഗദീഷ് ഫാം തുടങ്ങുന്നത്. ഇപ്പോൾ ഈ ഫാമിൽ 30 കറവ പശുക്കളും 15 കിടാരികളുമുണ്ട്. ഞാനൊരു കർഷക കുടുംബത്തിലെ അംഗമാണ്. വളരെ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ പശു വളർത്തലുണ്ടായിരുന്നു. എന്നാൽ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടക്കാലത്ത് പശുവിനെ വളർത്തൽ നിന്നുപോയിരുന്നു. അതിനുശേഷം ഞാൻ ഒരു പശുവിനെ വളർത്താൻ ഒരു ശ്രമം നടത്തി. കുറേ നാൾ അത് കൊണ്ടുനടക്കാൻ പറ്റിയെങ്കിലും അത് പൂർണ്ണമായി വിജയിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ശേഷം കഴിഞ്ഞ 2010-2011 കാലത്ത് ക്ഷീരവികസന വകുപ്പിൻ്റെ കിടാരി വളർത്തൽ യൂണിറ്റിൽ ഉൾപ്പെടുത്തി ഞാൻ 30 കുട്ടികളെ തമിഴ്നാട്ടിൽ നിന്നും വാങ്ങിക്കൊണ്ട് വന്ന് വളർത്തുകയുണ്ടായി. സാധാരണ ആ സ്കീമിൽ എല്ലാവരും വളരെ ചെറിയ കുട്ടികളെ വാങ്ങിച്ചപ്പോൾ ഞാനത് 1 വയസ്സ് 1.5 വയസ്സ് പ്രായമുള്ള കുട്ടികളെയാണ് വാങ്ങി വളർത്തിയത്. അതുകൊണ്ട് കഴിഞ്ഞ അടുത്ത ഒരു 6 മാസത്തിനകത്ത് തന്നെ അതിനെ കുത്തിവെപ്പിക്കാനും 1.5 വർഷത്തിനകത്ത് ആദായം ഉണ്ടാക്കാനും എനിക്ക് കഴിഞ്ഞു. ഒരു ഡയറി ഫാം തുടങ്ങുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഫാമിൻ്റെ നിർമ്മാണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ജഗദീഷ് പ്രത്യേക ശ്രദ്ധ ചെലുത്തി. മറ്റുള്ള ഫാമുകളിൽ നിന്ന് ലഭിച്ച അറിവുകളും സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ചില മാതൃകകളും അദ്ദേഹം ഇവിടെ നടപ്പിലാക്കി. കുറഞ്ഞ ചെലവിലും കാറ്റും വെളിച്ചവും നിർബാധം ലഭിക്കും വിധവും ശാസ്ത്രീയമായാണ് തൊഴുത്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഭൂനിരപ്പിൽ നിന്നും അല്പം ഉയർത്തി നിർമ്മിച്ചിട്ടുള്ള ഫാമിന്റെ മേൽക്കൂര ഷീറ്റ് പാകിയതാണ്. ഒരു പശു വളർത്തൽ തുടങ്ങണം എന്നാലോചിച്ചപ്പോൾ നല്ല രീതിയിലുള്ള ഒരു കാലിത്തൊഴുത്ത് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. അതിനുവേണ്ടി സമീപപ്രദേശത്തുള്ള നല്ല ഫാമുകളിലെല്ലാം സന്ദർശിക്കുകയും അവിടെ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ എൻ്റെ ഫാമിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പരമാവധി എയർ സർക്കുലേഷൻ കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ ഈ ഫാം ചെയ്തിരിക്കുന്നത്. ഞാൻ ഷെഡ് ചെയ്തിരിക്കുന്നത് പരമാവധി കോൺക്രീറ്റ് ഒഴിവാക്കി GI പൈപ്പ് കൊണ്ടും GI മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യമെന്ന് വന്നാൽ ഈ ഷെഡൊന്ന് ഒഴിവാക്കാനോ പുനഃസ്ഥാപിക്കാനോ കഴിയത്തക്ക രീതിയിലാണ് ഷെഡ് ചെയ്തിരിക്കുന്നത്. മലിനജലം പെട്ടെന്ന് വാർന്നു പോകും വിധത്തിലുള്ള കോൺക്രീറ്റ് നിലമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനു മുകളിലായി പ്രത്യേകം റബ്ബർ ഷീറ്റുകളും വിരിച്ചിട്ടുണ്ട്. ഇതിനാൽ കുളമ്പിന്റെ തേയ്മാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും വരാറില്ല. തൊഴുത്തിന്റെ മുൻവശത്തായി ടൈൽ പാകിയ ശുചിത്വമുള്ള തീറ്റത്തൊട്ടി നിർമ്മിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ എപ്പോഴും ശുദ്ധജലം ലഭിക്കുന്ന തളികകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പശുക്കൾക്ക്
യഥേഷ്ടം ദാഹം തീർക്കാൻ ഇത് സഹായകമാണ്. പശു പരിപാലനത്തിന് ഏതാണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് വെള്ളം കൊടുക്കുക എന്നുള്ളത്. ഇത്രയും പശുക്കൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് ഏതാണ്ട് ഒരാളുടെ ജോലിയാവുന്നു. ആ സമയത്താണ് ഞാൻ ഇത്തരം ഒരു സാഹചര്യത്തിൽ അതിന് യഥേഷ്ടം വെള്ളം കുടിക്കത്തക്ക ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ വാട്ടർ ബൗൾ വെച്ച് വെള്ളം കൊടുക്കാൻ കഴിയും എന്നെനിക്ക് മനസ്സിലാക്കുകയും ഞാനത് ചെയ്യുകയും ചെയ്തു. ഇതുകൊണ്ട് ഉള്ള ഒരു പ്രധാന ഗുണം, നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിനായിരിക്കും കൊടുക്കുക. അതേസമയം ഇത് പശുക്കൾക്ക് എപ്പോഴാണ് വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുവോ അവർക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഇവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സുലഭമായി വെള്ളം ലഭിക്കുവാൻ കുഴൽക്കിണറും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പശുക്കൾക്ക് സുഖകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഫാമിൽ എപ്പോഴും സംഗീതവുമുണ്ട്. ഒരു ഡയറി ഫാമിൻ്റെ നടത്തിപ്പ് ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലും പരിസര മലിനീകരണം ഒഴിവാക്കിയുമാണ് ഈ ഫാം പ്രവർത്തിക്കുന്നത്. ഫാമിൽ നിന്നുള്ള ചാണകം, ഗോമൂത്രം എന്നിവ ഒട്ടും തന്നെ പാഴാക്കാത്ത വിധത്തിലാണ് ഇവിടെ ഗോബർ ഗ്യാസ് പ്ലാന്റ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ലഭിക്കുന്ന ബയോഗ്യാസാണ് കുടുംബത്തിന്റെ പാചക ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഡയറിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വിഷയം പരിസര ശുചീകരണമാണ്. അതിലൊരു പരിധിവരെ വിജയിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടി ഞാൻ ഏതാണ്ട് 6 MW ഒരു ബയോഗ്യാസ് പ്ലാന്റ് ചെയ്തു. അത് കഴിഞ്ഞു. അതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്കും എൻ്റെ എൻ്റെ ജീവനക്കാർക്കും ആവശ്യമായ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിൽ നിന്നാണ്. അതുപോലെ തന്നെ വെർമി കമ്പോസ്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ ഒരു പരിധിവരെ പരിസരം സ്വീകരിക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. ഫാമിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിലേക്കും തീറ്റപ്പുൽ തോട്ടത്തിലേക്കും വേണ്ടുന്ന അടിസ്ഥാന വളം ഇവിടത്തെ ചാണകമാണ്. കൂടാതെ പ്രതിവർഷം 20,000 രൂപയുടെ ചാണകം വിൽക്കുകയും ചെയ്യുന്നു. വിസർജ്യങ്ങൾ ശേഖരിക്കുന്ന വളക്കുഴി കുമ്മായം തൂകി ഇടയ്ക്കിടെ അണുമുക്തമാക്കുന്നുമുണ്ട്. രോഗങ്ങളിൽ നിന്നും കന്നുകാലികളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇക്കാര്യത്തിൽ തികച്ചും ബോധവാനാണ് ജഗദീഷ്. രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായി നടത്തി പശുക്കളെ FMD, കുരലടപ്പൻ മുതലായ മാരകമായ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ ജഗദീഷ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ വൃത്തിയായി തൊഴുത്തും പരിസരവും സൂക്ഷിക്കുന്നതിനാൽ അകിടുവീക്കം പോലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നില്ല. കാലിത്തൊഴുത്ത് ഭംഗിയായും ശുചിയായും ഇരിക്കേണ്ടത് പശുക്കളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് കാലിത്തൊഴുത്ത് ഞാൻ ചെയ്തപ്പോൾ പുല്ലൂട് ടൈൽസ് ഒട്ടിച്ച് ഭംഗിയാക്കുകയും പശു നിൽക്കുന്ന ഭാഗം മൂത്രം വീണാൽ പെട്ടെന്ന് തന്നെ ഒഴുകി മാറത്തക്ക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പശുക്കളുടെ ബീജാധാനം, ഗർഭാവസ്ഥ, പ്രസവം തുടങ്ങിയ ഘട്ടങ്ങളിൽ ആവശ്യമായ പ്രത്യേക പരിചരണ രീതികളും ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം വെറ്ററിനറി സർജന്റെ നിർദ്ദേശങ്ങളും സഹായങ്ങളും ജഗദീഷിന് ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ കന്നുകാലികൾക്ക് ആവശ്യമായ തീറ്റയുടെ നല്ലൊരു ശതമാനവും ജഗദീഷ് സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഫാമിനോട് ചേർന്നുള്ള പുരയിടത്തിൽ ഇതിനായി തീറ്റപ്പുൽ കൃഷിയുമുണ്ട്. പശുക്കൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ല് ഈ ഫാമിനടുത്തുള്ള പുരയിടത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. CO3 എന്ന പുല്ലിനമാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. തീറ്റപ്പുല്ല് കൂടാതെ വൈക്കോലും കാലിത്തീറ്റയും പശുക്കൾക്ക് നൽകുന്നുണ്ട്. പകൽ സമയത്ത് പശുക്കളെ പറമ്പിൽ മേയാനും വിടുന്നുണ്ട്. ജെഴ്സി, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, ഹരിയാന വൈറ്റ് ഇനങ്ങളിൽപ്പെട്ട പശുക്കളാണ് ഈ ഫാമിൽ അധികവും. ഫാമിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ജഗദീഷിനെ സഹായിക്കുവാൻ 2 പേരുണ്ട്. വെളുപ്പിന് 4 മണിയോടെ ഫാമിലെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു.
ചാണകം മാറ്റി തൊഴുത്ത് കഴുകി വൃത്തിയാക്കി പ്രഷർ പമ്പ് ഉപയോഗിച്ച് പശുക്കളെ കുളിപ്പിക്കുന്നു. പൂർണ്ണമായും അണുവിമുക്തമാക്കിയതിനു ശേഷം കറവ ആരംഭിക്കുന്നു. കറവ പൂർണ്ണമായും യന്ത്രസഹായത്താലാണ്. പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നത് മാത്രമല്ല, ഒരു വിജ്ഞാന വ്യാപന കേന്ദ്രമായിട്ട് കൂടി ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ പശുവളർത്തൽ ഫാമിലെ മാതൃകാപരമായ പ്രവർത്തന രീതികളും സുസജ്ജമായ സംവിധാനങ്ങളും ഇതിന് ഒരു ഫാം സ്കൂളിന്റെ പദവി ലഭ്യമാക്കി. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ക്ഷീര കർഷകർക്ക് ഫാമിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ എടുക്കാറുമുണ്ട്. ചെറിയ ക്ഷീര കർഷകർക്ക് ആധുനിക പശുപരിപാലനം വഴി എങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള അവബോധം കൂടിയാണ് ഇത്തരം ഫാം സ്കൂളുകൾ. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള വിദഗ്ധരും മൃഗഡോക്ടർമാരും നേതൃത്വം നൽകുന്ന ക്ലാസുകളിൽ ആധുനിക രീതിയിലുള്ള പശു വളർത്തലിനെക്കുറിച്ചും രോഗപ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചും ക്ലാസുകൾ ഉണ്ടാകാറുണ്ട്. ആധുനിക പശുപരിപാലന രീതികൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും അവ പ്രാവർത്തികമാക്കുന്നതിനും ഇത്തരം ഫാം സ്കൂൾ ക്ലാസുകളിലൂടെ കഴിയുന്നു. ക്ഷീരമേഖലയിലെ നൂതന പ്രവണതകൾ സാധാരണ കർഷകരിൽ എത്തിക്കുക, അതുപോലെ തന്നെ ശാസ്ത്രീയമായ പശുപരിപാലന രീതികൾ സാധാരണ കർഷകരിൽ എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടി ക്ഷീരവികസന വകുപ്പ് ജില്ലാതലങ്ങളിൽ നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഫാം സ്കൂളുകൾ. ഇതിൻ്റെ പ്രയോജനം സാധാരണ കർഷകർക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താവ് നല്ല ആധുനിക രീതിയിലുള്ള തൊഴുത്ത്, അതുപോലെ തന്നെ നല്ല ഇനം പശുക്കൾ, വിവിധ തരത്തിലുള്ള പുൽകൃഷികൾ, അതുപോലെ തന്നെ കറവയന്ത്രം, കർഷകർക്കിരുന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിനും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമുള്ള സൗകര്യം, ഇത്രയും സൗകര്യങ്ങൾ കൊടുക്കാൻ സന്നദ്ധരായ കർഷകരെയാണ് നമ്മൾ ഇതിൻ്റെ ഗുണഭോക്താവായി തിരഞ്ഞെടുക്കുന്നത്. ശ്രീ ജഗദീഷിൻ്റെ ഫാമിൽ 2500-ൽ പരം ക്ഷീര കർഷകർ എത്തുകയും ഇവിടുത്തെ ആധുനിക രീതിയിലുള്ള ക്ഷീരപരിപാലന രീതികൾ കണ്ടു മനസ്സിലാക്കുകയും മറ്റുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഫാമാണ് ശ്രീ ജഗദീഷിൻ്റെ ഫാം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. വരുമാനമില്ലെങ്കിലും അത്യപൂർവങ്ങളായ ചില പക്ഷിമൃഗാദികളെ കൂടി ജഗദീഷ് പരിപാലിക്കുന്നുണ്ട്. ആട്, എമു, ഗിനിപ്പന്നി, ഗിനിക്കോഴി, ഫ്ലൈയിങ് ഡക്ക്, കോഴി, താറാവ് എന്നിവയെയും ജഗദീഷ് വളർത്തുന്നുണ്ട്. ഈ ഫാമിൽ നിന്ന് എനിക്ക് വരുമാനമുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് വരുമാനത്തേക്കാൾ കൂടുതൽ എന്നെ ആകർഷിച്ചത് ഇതിൻ്റെ ഈ ഒരു പ്രവൃത്തിയോടുള്ള തൃപ്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പശുക്കളുടെ ഇനത്തിൽ മറ്റ് വെറൈറ്റി ഇനങ്ങളിലൊക്കെ വളർത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ വളരെ അപൂർവമായ കപില പശു, അതിൻ്റെ കുട്ടി, അതുപോലെ സർവ്വസാധാരണമായി നടത്തുന്ന സങ്കര ഇനം പശുക്കളായ ജേഴ്സി, HF, സിന്ധി, ഇത്തരം പശുക്കളെ ഞാൻ വളർത്തുന്നുണ്ട്. ഈ ഫാമിലെ ഏറ്റവും ആകർഷകമാണ് ഇവിടെ വളർത്തുന്ന കപില. ദൈവിക പരിവേഷമുള്ള കപില ദക്ഷിണ കർണാടകത്തിലെ തനത് ജനുസാണ്. ഈ ഇനത്തിൽപ്പെട്ട പശുവിനെ കപില മഹർഷി വളർത്തിയിരുന്നു എന്നാണ് ഐതിഹ്യം. ഒരു ഫാമിൻ്റെ നിലനിൽപ്പ് തന്നെ അതിൻ്റെ വരുമാനത്തെ ആശ്രയിച്ചാണ്. പഠിച്ച പാഠങ്ങളെക്കാൾ ഉപരി സ്വന്തമായി ആർജിച്ച അനുഭവസമ്പത്താണ് ജഗദീഷിൻ്റെ കൈമുതൽ. പ്രതിദിനം 350 ലിറ്റർ പാൽ ലഭിക്കുന്നു. രാവിലെ മാത്രം 200 ലിറ്ററോളം പാലുണ്ടാകും. സമീപവാസികളും മറ്റാവശ്യക്കാരും ഫാമിൽ വന്ന് നേരിട്ട് പാൽ വാങ്ങുകയാണ് പതിവ്. ബാക്കി വരുന്ന പാൽ ഇടയ്ക്കാട് ക്ഷീരസംഘത്തിൽ നൽകുന്നു. ഒരു ലിറ്റർ പാലിന് 36 രൂപയാണ് വില ലഭിക്കുന്നത്.
ഒട്ടും മായം ചേർക്കാത്ത പാലായതിനാൽ ആവശ്യക്കാർ ഏറെയാണ്. ഇപ്പോൾ എനിക്ക് 26ഓളം കറക്കുന്ന പശുക്കൾ ഉൾപ്പെടെ 30ഓളം പശുക്കളും കുട്ടികളടക്കം വേണ്ട 50ഓളം പശുക്കൾ ഇവിടെയുണ്ട്. ഡെയിലി ഒരു 250-300 ലിറ്ററോളം പാൽ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ മുന്തിയ ഭാഗവും ഞാൻ ഇവിടെ തന്നെ ലോക്കൽ സെയിൽസ് വിൽക്കുകയാണ്. 1 ലിറ്റർ പാലിന് എനിക്കിപ്പോൾ 36 രൂപ വീതം ലഭിക്കുന്നുണ്ട്. ബാലൻസ് ഉള്ള പാൽ തൊട്ടടുത്ത ഇടയ്ക്കാട് ക്ഷീരസംഘത്തിലാണ് കൊടുക്കുന്നത്. അവിടെ എനിക്ക് 1 ലിറ്റർ പാലിന് ഏതാണ്ട് 30 രൂപയോളം കിട്ടും. 30 രൂപയോളം ക്ഷീരസംഘത്തിൽ നിന്ന് കിട്ടുന്നതോടൊപ്പം തന്നെ ഏതാണ്ട് 9 രൂപയോളം ഇൻസെൻറ്റീവ്, മറ്റ് മിനി ഡയറി സ്കീം, മറ്റ് കാലിത്തീറ്റ ബോണസ് ഇത്തരം ഇനത്തിൽ കിട്ടുന്നുണ്ട്. ആകെ ആ ഇനത്തിൽ സൊസൈറ്റിയിൽ നിന്ന് എനിക്ക് 39 രൂപയോളം ഇപ്പോൾ കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ എനിക്ക് ഇപ്പോൾ ഈ ഡയറി സംവിധാനം ലാഭകരമായി തന്നെയാണ് പോകുന്നത്. എനിക്ക് ഏതാണ്ട് ഒരു മാസം 50,000-60,000 രൂപയിൽ കുറയാത്ത അറ്റാദായം ഉണ്ട്. പുതിയതായി പശു വളർത്തൽ രംഗത്ത് വരുന്ന കർഷകർ അടിസ്ഥാന സൗകര്യത്തിനായി വളരെ കൂടുതൽ പണം ചെലവഴിച്ചു കാണുന്നു. അത് ഒഴിവാക്കി നല്ല ഇനം പശുക്കളെ എണ്ണത്തിൽ കൂടുതൽ വളർത്തി ഈ രംഗത്ത് വിജയം വരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഡയറി ഫാമിന്റെ നടത്തിപ്പ് ഏറെ ശ്രമകരമാണെങ്കിലും അതിലും സംതൃപ്തി കണ്ടെത്തുകയാണ് ഈ കർഷകൻ. 2 പേർക്ക് സ്ഥിരമായ ജോലി, നാട്ടുകാർക്ക് ശുദ്ധമായ പാൽ, സ്വന്തമായി നല്ല വരുമാനം. എല്ലാത്തിനുമുപരി ഈ മിണ്ടാപ്രാണികളിൽ നിന്നും കിട്ടുന്ന നിസ്സീമമായ സ്നേഹവും. നാടിന് ശുദ്ധമായ പാലും സ്വന്തമായി നല്ല വരുമാനവും ലക്ഷ്യമാക്കിയുള്ള ജഗദീഷിൻ്റെ പ്രവർത്തനങ്ങൾ തുടരട്ടെ. കൃഷിദർശനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന് PO, തിരുവനന്തപുരം 695043. ഇമെയിൽ ddkrishitvom@gmail.com. ഫോൺ 0471731870. കൃഷിദർശൻ യൂട്യൂബിലും കാണാം. വിലാസം youtube.com/ddkrishitvom. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണത്തിന് ധനസഹായം. മത്സ്യകൃഷി പദ്ധതികളിലേക്ക് അപേക്ഷിക്കാം. റബ്ബറിന്റെ വിപണന കയറ്റുമതി രീതികളിൽ പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. നാഷണൽ ബയോഗ്യാസ് ആൻഡ് മാനുവർ മാനേജ്മെന്റ് പദ്ധതി പ്രകാരം കൃഷിവകുപ്പ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണത്തിന് ധനസഹായം നൽകുന്നു. 1 ക്യൂബിക് മീറ്റർ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് 4000 രൂപയും 2 മുതൽ 10 വരെ ക്യൂബിക് മീറ്റർ പ്ലാന്റിന് 8000 രൂപയുമാണ് സഹായം. കൃഷിവകുപ്പിന്റെ പരിശീലനം ലഭിച്ച വിദഗ്ധ തൊഴിലാളികൾ ഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിച്ചു നൽകും. സാങ്കേതിക ഉപദേശങ്ങളും സബ്സിഡിയും കൃഷിഭവൻ മുഖേന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായോ ജില്ലാ കൃഷി ഓഫീസുമായോ ബന്ധപ്പെടുക. സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വീട്ടുവളപ്പുകളിൽ മികച്ച രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമായ കേരള കർഷകൻ മാസികയുടെ 12 ലക്കവും കുട്ടികളുടെ കൃഷി ഡയറിയും സമ്മാനമായി നൽകുന്നു. ഇതിനായി മികച്ച രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്ത വിദ്യാർത്ഥികൾ കൃഷിത്തോട്ടത്തിൽ ഉൽപ്പന്നവുമായി നിൽക്കുന്ന ഒരു വ്യക്തമായ ഫോട്ടോ മൊബൈൽ ഫോണിലോ ഡിജിറ്റൽ ക്യാമറയിലോ പകർത്തി schoolkrishi@gmail.com എന്ന ഇമെയിലിൽ അയയ്ക്കുക. തിരഞ്ഞെടുക്കുന്ന ആദ്യത്തെ 5000 പേർക്കാണ് സമ്മാനം നൽകുന്നത്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471231714. ഇമെയിൽ അഡ്രസ് schoolkrishi@gmail.com. 5ാമത് ബാലകൃഷി ശാസ്ത്ര കോൺഗ്രസ് കൃഷി ഉത്സവം ഡിസംബർ 31 മുതൽ ജനുവരി 5 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കും. കൃഷിശാസ്ത്ര കോൺഗ്രസിൽ കാർഷിക സംബന്ധിയായ വിവിധ പ്രബന്ധങ്ങൾ, കാർഷിക സാക്ഷരതാ പ്രഖ്യാപനം,
കാർഷിക സാക്ഷരതാ അവാർഡുകൾ, നഗര കർഷക അവാർഡ് എന്നിങ്ങനെ വിവിധ പരിപാടികളോടെയാണ് നടത്തുന്നത്. കൃഷി ഉത്സവത്തിൽ മികച്ച ബാലകർഷക ശാസ്ത്രജ്ഞന് 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും സമ്മാനമായി ലഭിക്കും. കർഷകരുടെ തനത് വിളകളുടെ പ്രദർശനവും വിദ്യാർത്ഥികൾക്കായുള്ള ശില്പശാലയും ഉണ്ടായിരിക്കും. മത്സ്യകർഷക വികസന ഏജൻസിയുടെ കീഴിൽ നടപ്പാക്കുന്ന വിവിധ മത്സ്യകൃഷി പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഏജൻസിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പദ്ധതിയിൽ പ്രവേശിക്കുന്നവർക്ക് സാമ്പത്തിക സഹായവും ലഭിക്കും. അപേക്ഷ ഡിസംബർ 20-ന് 5 മണിക്ക് മുമ്പായി ഇനി പറയുന്ന വിലാസത്തിൽ സമർപ്പിക്കണം. അപേക്ഷകൾ അയക്കേണ്ട വിലാസം: ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ, മത്സ്യകർഷക വികസന ഏജൻസി, പാട്ടുരായ്ക്കൽ, തിരുവമ്പാടി PO, തൃശൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 233 1132. സുഗന്ധവിളകളുടെ ശാസ്ത്രീയ കൃഷിയും സംസ്കരണവും എന്ന വിഷയത്തിൽ ജനുവരിയിൽ പെരുവണ്ണാമൊഴി കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ കർഷകർക്ക് ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ നടത്തുന്ന പരിശീലനത്തിൽ കഴിഞ്ഞ വർഷം പരിശീലനം ലഭിച്ചവർക്ക് മാത്രമാണ് പ്രവേശനം. വിശദമായ അപേക്ഷ ഡിസംബർ 24-നകം ഇനി പറയുന്ന വിലാസത്തിൽ ലഭിക്കണം. പ്രോഗ്രാം കോർഡിനേറ്റർ, കൃഷിവിജ്ഞാന കേന്ദ്രം, പെരുവണ്ണാമൊഴി, പിൻ 673528. കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജനുവരി 13 മുതൽ 16 വരെ റബ്ബറിന്റെ വിപണന കയറ്റുമതി രീതികളിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബറിന്റെ വിപണി, കയറ്റുമതി സാധ്യതകൾ, വിദേശ വ്യാപാര നടപടിക്രമങ്ങൾ, വിലയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ, ഗുണനിലവാര നിബന്ധനകൾ, കയറ്റുമതി സംബന്ധിച്ച നിയമങ്ങൾ, ലൈസൻസിംഗ്, ഗവൺമെന്റിന്റെ കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ, വിപണി വികസന സഹായങ്ങൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലന പരിപാടിയുടെ ഫീസ് 1,600 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ 50% ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 235 3325. മറ്റൊരു നമ്പർ 0481 235 3127. തിരുവല്ല ബോധനയുടെ കൂൺ കൃഷി പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ദിവസത്തെ കൂൺ പ്രായോഗിക പരിശീലനം സംഘടിപ്പിക്കുന്നു. ഡിസംബർ 18-നാണ് പരിശീലനം. താല്പര്യമുള്ളവർ തിരുവല്ല ബോധന കേന്ദ്ര ഓഫീസിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0469 273 0561. കേരള കന്നുകാലി വികസന ബോർഡ് കുടുംബശ്രീ യൂണിറ്റുകളുടെ സഹകരണത്തോടുകൂടി തീറ്റപ്പുൽ കൃഷി വ്യാപിപ്പിക്കാനും ക്ഷീരസംഘങ്ങളിൽ കുറഞ്ഞത് വർഷത്തിലൊരിക്കൽ 1800 ലിറ്റർ പാലളക്കുന്ന കർഷകർക്ക് സൈലേജ് പിറ്റ് നിർമ്മിക്കാനും ധനസഹായം നൽകുന്നു. ഏക്കറിന് 15,000 രൂപയാണ് സഹായം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 244 0920. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 15,300 രൂപ, റബ്ബർ RSS 5 കിൻഡലിന് 14,500 രൂപ, വെളിച്ചെണ്ണ 10,300 രൂപ, കൊപ്ര 7,200 രൂപ, കുരുമുളക് കിൻഡലിന് 53,200 രൂപ, നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 7,300 രൂപ, നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 6,900 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 53,200 രൂപ, അൺഗാർബിൾഡ് 51,200 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 50,000 രൂപ, വയനാടൻ കുരുമുളക് 50,500 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് 7,100 രൂപ, തളിപ്പറമ്പ് 6,200 രൂപ, കാസർഗോഡ് 6,700 രൂപ. വെളിച്ചെണ്ണ കണ്ണൂരിൽ 11,333 രൂപ, കോട്ടയം 10,900 രൂപ, ആലപ്പുഴയിൽ 10,000 രൂപ. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിലെ താപനില: കണ്ണൂർ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.4 24.4, കൊച്ചി 32.8 23.4, ആലപ്പുഴ 30.4 24.8, പുനലൂർ 32 21. തിരുവനന്തപുരം കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.